പ്രൈസ് ദ ലോർഡ്. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ക്രിസ്തുവാകുന്ന സത്യവെളിച്ചം ഭൂമിയിലേക്ക് വന്നു. അതായത് സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വചനമാകുന്ന സത്യവെളിച്ചം. സുവിശേഷം കേൾക്കുന്ന ഏതു മനുഷ്യനെയും ക്രിസ്തു പ്രകാശിപ്പിക്കുന്നു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് കൃപയുടെയും തിരിച്ചറിവിൻ്റെയും ഒരു സന്ദേശം നമുക്ക് നൽകുന്നു എന്നതാണ്. ക്രിസ്തുവിൻ്റെ വെളിച്ചമല്ലാതെ സത്യത്തെ കാണുവാനോ രക്ഷിക്കപ്പെടുവാനോ കഴിയുന്ന വേറൊരു വെളിച്ചമില്ല. ഹല്ലേലൂയ. യേശു സത്യവെളിച്ചമാണ്. അതുകൊണ്ട് യേശു നമുക്ക് പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും വഞ്ചനയുടെയും വഴികളിൽ നിന്ന് നമ്മെ അകറ്റി ദൈവത്തിങ്കലേക്ക് രക്ഷയിലേക്കുള്ള ശരിയായ വഴി കാണിച്ചു തന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ വെളിച്ചത്തിൽ നാം ആയിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ അന്ധകാരത്തിൽ നിന്നുള്ള വിടുതൽ വളരെ എളുപ്പമായി തീരുന്നു. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. പ്രിയ മക്കളെ, യേശുവിനെ അനുഗമിക്കുക. എല്ലാവരും പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും സാത്താൻ്റെയും അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയാകുമ്പോൾ പഴയതെല്ലാം വിട്ട് അന്ധകാര അവസ്ഥകളെല്ലാം മാറി. ഹല്ലേലൂയ. യേശുവിങ്കിലേക്ക് ചേർന്ന് നിൽക്കുവാൻ, ആ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ ഇടയായിത്തീരുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 9:5 പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. 12:35 പറയുന്നു, ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കുവാൻ വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിക്കുവിൻ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. യേശു അപ്പച്ചൻ ഭൂമിയിൽ വന്ന് വെളിച്ചം പകർന്നു തന്നപ്പോൾ നാം ആ വെളിച്ചത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. അപ്പച്ചൻ നമ്മളിൽ ഉള്ളപ്പോൾ നമ്മൾ വെളിച്ചം പകർന്നു കൊടുക്കുന്നവരായി. ഇവിടെ പറഞ്ഞു നോക്കൂ, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിക്കുവീൻ. ഹല്ലേലൂയ. നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നവരായി, നമ്മൾ വെളിച്ചം പകർന്നു കൊടുക്കുന്നവരായി തീരണം. പ്രിയ മക്കളെ, യോഹന്നാന്റെ 1-ാം ലേഖനം 1:5 പറയുന്നുണ്ട്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ടു നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ഹല്ലേലൂയ. കേട്ട ദൂത്. പ്രിയ മക്കളെ, നമ്മൾ ഓരോരുത്തരും യേശുവിലുള്ള വെളിച്ചം അനുഭവിക്കുന്നവരാണ്. അത് മനസ്സിലാക്കി ജീവിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കത് പറയുവാൻ കഴിയും, യേശു എൻ്റെ വെളിച്ചമാകുന്നുവെന്ന്. ദൈവം വെളിച്ചമായി നമുക്കുള്ളപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് ഓരോ മെഴുകുതിരി പ്രകാശിപ്പിക്കുന്നത് പോലെ യേശുവാകുന്ന വെളിച്ചത്തോട് ചേർന്ന് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നവരായിത്തീരാ. ഹല്ലേലൂയ. നമ്മിൽ പകർന്നിരിക്കുന്ന ആ ദൈവിക വെളിച്ചം നമ്മുടെ ചുറ്റുപാടുകളൊന്ന് അറിയുവാൻ ഇടയായിത്തീരട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60:1 പറയുന്നുണ്ട്, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്കുണർന്ന് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നവരായിത്തീരാം. അനേകർ വളരെ പ്രയാസത്തിലൂടെ എങ്ങനെ ജീവിതം കൊണ്ടുപോകും എന്ന് ഭാരത്തോടിരിക്കുമ്പോൾ അവരുടെ അടുത്തിലേക്ക് ഹല്ലേലൂയ നമുക്ക് യേശുവിലുള്ള വെളിച്ചം പകർന്നു കൊടുക്കുവാൻ ഹല്ലേലൂയ സാധിക്കണം.
നമ്മിലുള്ള വെളിച്ചം കെട്ടുപോകാതെ നാം സൂക്ഷിക്കണം. ദൈവം ഓരോരുത്തർക്കും വിവിധങ്ങളായ താലന്തുകൾ ഏൽപ്പിച്ചിരിക്കുകയാണ് പ്രീതി മക്കളെ. നാം അവയെ പറയെങ്കിൽ വെച്ച് കെടുത്തിക്കളയുവാനല്ല, നേരെ മറിച്ച് അത് തണ്ടിന്മേൽ വെച്ച് അനേകർക്ക് പ്രകാശം പരത്തി കൊടുക്കുന്നതായി തീരണം. ഹല്ലേലൂയ. ദൈവം ഏതു രീതിയിലാണ് നിങ്ങൾക്ക് കഴിവുകൾ തന്നിരിക്കുന്നത്, അത് വേണ്ടുവോളം നമ്മൾ പ്രയത്നിച്ച് കർത്താവിൽ അനേകരെ നേടിയെടുക്കുവാൻ നോക്കണം. ഹല്ലേലൂയ. അത് കഴിവുകളെ തന്നിട്ടുള്ള കഴിവുകളെ നമ്മൾ മൂടി വെക്കുവാനല്ല, കുഴിച്ചിടുവാനല്ല, നമ്മളാൽ ആവോളം പ്രവർത്തിക്കുവാൻ നാം ഉത്സാഹം കാണിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 5:14-15 വാക്യങ്ങൾ: നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. പ്രീതി മക്കളെ, ഇവിടെ പറഞ്ഞിരിക്കുവാണ്, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഞാൻ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ഹല്ലേലൂയ. പ്രിയരെ, യേശുവിലുള്ള സത്യ വെളിച്ചം നമ്മിൽ പ്രകാശിച്ചപ്പോൾ നാം ഓരോരുത്തരും ലോകത്തിന്റെ വെളിച്ചമായി തീർന്നു. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:15 പറയുന്നുണ്ട്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. പ്രീതി മക്കളെ, നമ്മൾ മറ്റുള്ളവർക്ക് ദൈവ മഹത്വം കാണിച്ചു കൊടുക്കുവാൻ, ദൈവിക വെളിച്ചം പകർന്നു കൊടുക്കുവാൻ നാം ഇടയായി തീരണം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ ആ അവസ്ഥകളെല്ലാം മാറ്റിക്കൊടുക്കുവാൻ നമ്മളാൽ ആവോളം നമ്മൾ പ്രവർത്തിക്കണം. നമ്മിൽ പകർന്നിരിക്കുന്ന ദൈവിക വെളിച്ചം ഇരുട്ടിലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വെളിച്ചമായി തീരുവാൻ, അത് കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കുവാൻ, നമുക്ക് ഓരോ ദിനവും കൂടുതലായിട്ട് പ്രകാശം കൊടുക്കുവാൻ കഴിയത്തക്ക രീതിയിൽ ദൈവിക സന്നിധി നാം ആയിത്തീരുവാൻ നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കാം. നമ്മിലുള്ള വെളിച്ചം കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നാം തന്നെയാണ്. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ശത്രു ഏത് രീതിയിലും ഇത് കെടുത്തുവാൻ വേണ്ടുന്ന പദ്ധതികൾ കൊണ്ടുവരും. ഹല്ലേലൂയ. നമുക്കൊരു രോഗം വരാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ, കുടുംബ പ്രശ്നങ്ങളൊക്കെ കടന്നു വരുവാൻ, ഹല്ലേലൂയ, അത് കൊണ്ടുവരുവാൻ ശത്രു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രീതി മക്കളെ, നമ്മിലുള്ള പ്രകാശം താനെ കുറയുവാൻ ഇടയായിത്തീരും. പക്ഷേ നാം അതിലേക്ക് ഓവർകം ചെയ്യുവാൻ നാം ഉത്സാഹം കാണിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2:11 പറഞ്ഞിരിക്കുന്നത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളിലുള്ള ആ ദൈവിക സ്നേഹം ഹല്ലേലൂയ വർദ്ധിച്ചു വരുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ ഹല്ലേലൂയ അവർക്ക് സഹിപ്പാൻ കഴിയത്തില്ല. അതിനെ കെടുത്തിക്കളയുവാൻ പല പദ്ധതികളും ഇടും. പ്രിയ മക്കളെ, നമ്മൾ ഓരോരുത്തരും യേശുവിലുള്ള വിശ്വാസത്തിൽ തന്നെ ഉറപ്പോടെ തന്നെ നിൽക്കണം. കെടുത്തിക്കളയുവാൻ നാം അനുവദിക്കരുത്. ഹല്ലേലൂയ. നാം പ്രയാസവേളകളിൽ കൂടുതലായിട്ട് യേശുവിലുള്ള വെളിച്ചത്തിൽ തന്നെ നിൽക്കണം. യേശുവിനെ പിന്തുടരുവാൻ, ഇരുളിൽ നടക്കുവാൻ അപ്പൻ അനുവദിക്കുകയില്ല. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നമ്മെ ഓരോരുത്തരെയും കർത്താവപ്പച്ചൻ കാത്തുകൊള്ളും, പിന്തുടരുന്നവരെ കാത്തുകൊള്ളും. ഹല്ലേലൂയ. കർത്താവപ്പച്ചൻ ഇരുട്ടിലേക്ക് പിന്നീട് പോകുവാൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. അവരെ ഏതു സമയത്തിലേക്കും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ മാത്രമാണ് അപ്പച്ചൻ ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ഏത് സ്ഥിതികൾക്കും മാറ്റം വരുത്തുവാൻ നമ്മുടെ കർത്താവപ്പച്ചൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസത്തിൽ വെളിച്ചം പകർന്നു കൊടുക്കുന്നവരായി നമുക്കായി തീരാം. അനേക ജീവിതങ്ങൾ ഇരുട്ടിന്റെ ഹല്ലേലൂയ ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെ തുടരുന്നവരുണ്ട്. അവരുടെ അടുക്കലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. നമ്മളിലുള്ള ദൈവത്തിലുള്ള ആ പ്രകാശം നമുക്ക് കാണിച്ചു കൊടുക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മൾ വായിച്ചു നോക്കൂ. യേശു പിന്നെ അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഹല്ലേലൂയ. ദൈവത്തെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിയെയും കർത്താവപ്പച്ചൻ ഹല്ലേലൂയ വെളിച്ചത്തിന്റെ മക്കളാക്കി തന്നെ കൊണ്ടുപോകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഓരോ മക്കൾക്കും കർത്താവെ കൊടുത്തിരിക്കുന്ന താലന്തുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം സഹായിക്കണമേ. വെളിച്ചം പകർന്നു കൊടുക്കുന്നവരായി തീരുവാൻ ദൈവം ഒരുക്കിയെടുക്കണം. കർത്താവെ, സമ്പൂർണമായ എല്ലാവരെയും സമർപ്പിക്കുന്നു. വചനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കണമേ. ഇരുട്ടിലിരിക്കുന്ന മക്കൾക്ക് ഹല്ലേലൂയ വെളിച്ചം പകർന്നു കൊടുക്കുന്ന ദൈവിക വചനമായി തന്നെ തീരട്ടെ. കർത്താവെ, എൻ്റെ അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.
ഗോൾ, ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.